നമുക്ക് കാണുമ്പോൾ തന്നെ കുളിർമയും സന്തോഷവും സമാധാനവും നൽകുന്ന ജീവി. ഡോൾഫിൻ നമുക്കും പ്രകൃതിക്കും നൽകുന്ന സംഭാവനകളെക്കുറിച്ച് അറിയാം. എങ്ങനെയാണ് എപ്പോഴും സുന്ദരമായിരിക്കുന്നത്? എപ്പോഴും ചിരിക്കുന്ന പോലെ ഇരിക്കാൻ കാരണമെന്ത്? ലഹരി ഉപയോഗിക്കുമോ? ഡോൾഫിനുകൾ പേര് വിളിക്കുന്നത് എങ്ങനെ? കൗതുകകരമായ ഉറക്കം എങ്ങനെയാണ്? കരയിൽ നിന്ന് കടലിലേക്ക് ജീവിതം മാറിയതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഇതുപോലെ ഡോൾഫിനെ കുറിച്ചുള്ള കൗതുകകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡോൾഫിനെ പറ്റി വിവരിക്കുമ്പോൾ അവ കരയിൽ നിന്ന് കടലിലേക്ക് പോയതാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഡോൾഫിനിലുണ്ട്. ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പൂർവികരായ പാക്കിസെറ്റസ് കരയിലാണ് ജീവിച്ചിരുന്നത്. ഏതാണ്ട് ചെന്നായെപ്പോലെ ഇരിക്കും. 4 കാലുകളും കുളമ്പുകളും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിനു വേണ്ടിയോ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് കൂടുതൽ സമയം ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ കഴിഞ്ഞുകൂടി. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവയുടെ ശരീരത്തിലെ രോമങ്ങൾ നഷ്ടപ്പെടുകയും കാലുകൾ ചിറകുകളായി പിൻകാലുകൾ അപ്രത്യക്ഷമായി. ഇപ്പോഴും പിൻകാലിൻ്റെ ഇടുപ്പ് എല്ലുകൾ ശരീരത്തിനുള്ളിലുണ്ട്. അതുപോലെ ചിറകിലെ എല്ല് മനുഷ്യൻ്റെ കൈപ്പത്തി പോലെയും. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവ കടൽ ജീവികളായി. ഇവയുടെ ശ്വസന രീതിയും നീന്തൽ രീതിയും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന രീതിയും നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകും. നമ്മൾ ഡോൾഫിൻ്റെ ചിത്രമോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യം, ഡോൾഫിനുകൾക്ക് എപ്പോഴും നല്ല തിളങ്ങുന്ന മൃദുത്വമുള്ള തൊലി. എങ്ങനെയാണ് ഇത്രയും ഭംഗിയുണ്ടാകുന്നത്? എപ്പോഴും പഴയ തോല് പോയി പുതിയ തോല് വരും. ചില പഠനങ്ങൾ പറയുന്നത് എല്ലാ 2 മണിക്കൂറിനുള്ളിലും പുതിയ തോല് വന്നുകൊണ്ടിരിക്കും. ഇത് ഘർഷണം കുറച്ച് വേഗത്തിൽ നീന്താൻ ഇവരെ സഹായിക്കുന്നു. ഇങ്ങനെ എപ്പോഴും പുതിയ തോലുകൾ വരുന്നതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ വളരെ വേഗം സുഖപ്പെടാൻ സഹായിക്കുന്നു. ഡോൾഫിനുകളുടെ ഭക്ഷണ രീതി നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഇവ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാറില്ല, പകരം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഡോൾഫിനുകൾക്ക് 100 തുടങ്ങി 200 വരെ പല്ലുകളുണ്ട്. ഭക്ഷണം വിഴുങ്ങുകയാണെങ്കിൽ പിന്നെ ഈ പല്ലുകൾ എന്തിന്? ഇവയുടെ പ്രധാന ഭക്ഷണം മീനുകളും കണവയൊക്കെയാണ്. വഴവഴപ്പുള്ള മീനുകൾ വായിൽ നിന്ന് തെന്നിപ്പോകാതെ പിടിച്ചു നിർത്താനാണ് ഈ പല്ലുകൾ അവർ ഉപയോഗിക്കുന്നത്. ഡോൾഫിനുകളുടെ ആമാശയത്തിൽ 3 അറകളാണ് ഉള്ളത്. അവ വിഴുങ്ങുന്ന മത്സ്യങ്ങൾ എത്തുന്നത് ആദ്യത്തെ അറയിലാണ്. അവിടെ വെച്ചാണ് അവയെ മുറിച്ച് കഷ്ണങ്ങളായി മാറ്റുന്നത്. 2ാമത്തെ അറയിൽ വെച്ച് ദഹിപ്പിക്കുകയും 3ാമത്തെ അറയിലൂടെ കുടലിലേക്ക് ഭക്ഷണം പോകുന്നു. ഓർക്കുക, കഴിക്കുന്ന മീനിൻ്റെ എല്ലുകളൊക്കെ ദഹിപ്പിക്കാൻ സാധിക്കുന്ന ശക്തിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് വയറ്റിലുള്ളത്. മനുഷ്യർ ലഹരിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഡോൾഫിനുകൾ ലഹരി കിട്ടാൻ ചെയ്യുന്ന കൗതുകകരമായ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പഫർ ഫിഷിൻ്റെ ശരീരത്തിൽ മാരകമായ ടെട്രോഡോടോക്സിൻ എന്ന വിഷമുണ്ട്. ഡോൾഫിനുകൾ ഈ മീനെ വായക്കുള്ളിൽ വെച്ച് പതുക്കെ കടിക്കുകയോ പന്ത് പോലെ തട്ടിക്കളിക്കുകയോ ചെയ്യും. ഈ സമയത്ത് ഈ മീൻ ചെറിയ അളവിൽ വിഷം പുറത്തുവിടുന്നു. ഇത് ഡോൾഫിൻ്റെ ഉള്ളിലെത്തി അവയ്ക്ക് ഒരു ലഹരിയോ ബോധം മറഞ്ഞ അവസ്ഥയോ ഉണ്ടാക്കി അവ ഒഴുകി നടക്കുകയും അലക്ഷ്യമായി നോക്കിയിരിക്കുകയും ചെയ്യും. ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റു ഡോൾഫിനുകൾക്ക് പഫർ ഫിഷിനെ ഉപയോഗിക്കാൻ കൊടുക്കും. ഇത് 100% ശാസ്ത്രീയമായി ഉറപ്പിച്ച കാര്യമല്ല. ഒന്നുറപ്പാണ്, പഫർ ഫിഷിനെ ഇതുപോലെ വായിൽ ഇട്ട് കളിപ്പിക്കാറുണ്ട്. ഡോൾഫിനുകൾ ലോകത്തെ വിസ്മയിപ്പിച്ച കാര്യമാണ് പേര് വിളിക്കൽ. ഇത് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യമാണ്. സിഗ്നേച്ചർ വിസിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ജനിച്ച കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഓരോ ഡോൾഫിനുകളും തൻ്റെതായ ഒരു പ്രത്യേക ശബ്ദം സിഗ്നേച്ചർ വിസിൽ വികസിപ്പിച്ചെടുക്കുന്നു. ഇത് മറ്റു ഡോൾഫിനുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഈ ശബ്ദം മറ്റുള്ള ഡോൾഫിനുകൾക്ക് അനുകരിക്കാൻ സാധിക്കും. ഒരു ഡോൾഫിൻ വേറൊരു ഡോൾഫിനെ അവൻ്റെ സിഗ്നേച്ചർ വിസിൽ അനുകരിച്ചാണ് വിളിക്കുന്നത്. ഡോൾഫിനുകൾക്ക് അതിശയിപ്പിക്കുന്ന ഓർമ്മശക്തിയുണ്ട്. 20 വർഷം മുമ്പ് തന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ സിഗ്നേച്ചർ വിസിൽ ഓർത്തിരിക്കും. നമുക്ക് ഡോൾഫിൻ്റെ ചിരിക്കുന്ന മുഖഭാവം കാണുമ്പോൾ തന്നെ സന്തോഷവും ഒപ്പം നമ്മുടെ ഡിപ്രഷനൊക്കെ മാറിക്കിട്ടും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ചിരിക്കുന്നുണ്ടോ? ഇല്ല. ഇവയുടെ വായയുടെയും
താടിയെല്ലിൻ്റെയും ആകൃതി ജന്മന അല്പം വളഞ്ഞതായതുകൊണ്ട് ചിരിക്കുന്നതായി തോന്നും. ഇവയ്ക്ക് മുഖത്തെ പേശി ചലിപ്പിച്ച് സന്തോഷമോ സങ്കടമോ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. എപ്പോഴും ഒരേ മുഖഭാവമാണ്. സന്തോഷം വരുമ്പോൾ ഇവ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ചാടുക, വാലുകൊണ്ട് വെള്ളത്തിൽ അടിക്കുക, ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ദേഷ്യം വരുമ്പോഴോ താടിയെല്ലുകൾ കൂട്ടിയിടിക്കുക, ശരീരം കൊണ്ട് വെള്ളത്തിൽ അടിക്കുക, ചിറകുപയോഗിച്ച് മറ്റു ഡോൾഫിനുകളെ തള്ളുക, വ്യത്യസ്തമായ ശബ്ദം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. മനുഷ്യനും ഡോൾഫിനുകളുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മൾ അക്വേറിയങ്ങളിലും വാട്ടർ തീം പാർക്കുകളിലും കാണുന്ന ഡോൾഫിനെ ഷോകൾക്ക് മാത്രമല്ല വിവിധ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. ഡോൾഫിൻ ഷോകൾ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തെറാപ്പി പോലെ ഉപയോഗിക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. അമേരിക്കൻ നേവി കടലിൽ വിതറിയ മൈനിനെ കണ്ടെത്താനും ശത്രുക്കളായ മുങ്ങൽ വിദഗ്ധരെ കണ്ടെത്താനും ഡോൾഫിനെ ഉപയോഗിക്കുന്നു. ഡോൾഫിനുകൾ മീൻകൂട്ടത്തെ തീരത്തേക്ക് ഓടിക്കുകയും മീൻപിടുത്തക്കാർക്ക് വല എറിയാൻ സിഗ്നൽ കൊടുക്കുന്നു. ഒപ്പം ഇവയ്ക്ക് ഭക്ഷണവും കിട്ടുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കടലിൽ ജീവിക്കുന്ന ഇവയ്ക്ക് കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന വസ്തുത. അപ്പോൾ മീൻ വിഴുങ്ങുമ്പോൾ വെള്ളം അകത്തു പോകില്ലേ? അത് വളരെ കുറച്ച് മാത്രമേ പോകുള്ളൂ. അത് ഉടനെ ശരീരത്തിലെ ശക്തമായ കിഡ്നി മൂത്രമാക്കി പുറത്തു കളയും. ഇവയ്ക്ക് ആവശ്യമായ ജലാംശം കിട്ടുന്നത് മീനുകളെ കഴിക്കുമ്പോൾ അവയിലെ ജലാംശമാണ് ഉപയോഗിക്കുന്നത്. ഡോൾഫിനുകളുടെ നീന്തലിന് പ്രത്യേകതയുണ്ട്. അവ മീനുകളെപ്പോലെ ശരീരത്തിൻ്റെ ഇടതും വലതും ചലിപ്പിച്ചല്ല നീങ്ങുന്നത്. പകരം ശരീരം താഴേക്കും മുകളിലേക്കും ചലിപ്പിച്ചാണ് നീന്തുന്നത്. കാരണം ഇവ മീനുകളല്ല, സസ്തനികളാണ്. കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ജീവിതം മാറ്റിയ തിമിംഗലവും ഇതേ രീതിയിൽ വാലടിച്ചാണ് നീന്തുന്നത്. ഇത് പരിണാമം സംഭവിച്ചതിൻ്റെ മറ്റൊരു തെളിവാണ്. ഇവയ്ക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്താൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോട്ടോ കപ്പലോ കടന്നു പോകുമ്പോൾ മുന്നിലുണ്ടാകുന്ന തിരകളിൽ നീന്തിപ്പോകുന്ന ഡോൾഫിനുകളെ. ഇങ്ങനെ തിരകളിൽ നീന്തുമ്പോൾ ഊർജം വളരെ കുറച്ച് ഉപയോഗിച്ച് നീന്താൻ കഴിയുന്നു. ഡോൾഫിനുകളുടെ ശ്വാസമെടുക്കുന്ന രീതി പരിശോധിക്കാം. ഇവ മത്സ്യങ്ങളല്ല, സസ്തനികളായതുകൊണ്ട് ഗിൽസ് ഉപയോഗിച്ച് ശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യരെപ്പോലെ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാൻ മാത്രമേ കഴിയൂ. ഇതിനായി തലയുടെ മുകളിൽ ബ്ലോ ഹോൾ എന്ന ചെറിയ ദ്വാരമുണ്ട്. അതിലൂടെ ശ്വാസം സ്വീകരിച്ച് പുറത്തേക്ക് വിടുന്നു. തിരിച്ചു വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഈ ദ്വാരം അടച്ചു പിടിക്കും. ഇവ ഓരോ 2 മിനിറ്റ് മുതൽ 10 മിനിറ്റിനുള്ളിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് ശ്വാസമെടുക്കുന്നു. ഇവ ശ്വസിക്കുമ്പോൾ വായുവിൻ്റെ 90% ഉപയോഗിക്കും. അതുകൊണ്ടാണ് 10 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്നത്. ചില സമയത്ത് 15 മിനിറ്റ് വരെ ആകാറുണ്ട്. ഓർക്കുക, നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവിൻ്റെ 15% മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയുള്ള വായു പുറത്തേക്ക് വിടുന്നു. ഞാൻ നേരത്തെ വിവരിച്ചല്ലോ, ഡോൾഫിനുകൾ മീനുകളല്ല, സസ്തനികളാണെന്ന്. അതുകൊണ്ട് ഇവ മുട്ടയിടാറില്ല. പകരം അവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. മിക്ക മൃഗങ്ങളും പ്രസവിക്കുമ്പോൾ ആദ്യം തലയാണ് പുറത്തു വരുന്നത്. എന്നാൽ ഡോൾഫിൻ്റെ ആദ്യം പുറത്തു വരുന്നത് വാലാണ്. കാരണം ആദ്യം തല പുറത്തു വന്നാൽ വെള്ളത്തിൽ ശ്വാസം മുട്ടി മരിക്കും. കുഞ്ഞ് പുറത്തു വന്നാൽ ഉടനെ കുഞ്ഞിനെ തള്ളി വെള്ളത്തിന് മുകളിൽ എത്തിച്ച് ശ്വാസം കൊടുക്കും. നമ്മളെപ്പോലെ പ്രസവ സമയത്ത് അമ്മ ഡോൾഫിനെ സഹായിക്കാൻ മറ്റൊരു പെൺ ഡോൾഫിൻ കൂടെ ഉണ്ടാകും. അമ്മയുടെ വയറിൻ്റെ അടിഭാഗത്തുള്ള ഗ്ലാൻഡിൽ കൂടിയാണ് പാല് കുഞ്ഞിൻ്റെ വായിലേക്ക് ചീറ്റിക്കൊടുക്കുന്നത്. കാരണം ഗ്ലാൻഡ് അല്പം ഉള്ളിലായതുകൊണ്ട് കുഞ്ഞിന് ചുണ്ടുകൾ ഉപയോഗിച്ച് കുടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, വെള്ളത്തിലൂടെ ചീറ്റിച്ചു കൊടുക്കുമ്പോൾ പാല് വെള്ളവുമായി മിക്സായി പോകില്ലെന്ന്. ഇവിടെയാണ് പാലിൻ്റെ പ്രത്യേകത. ഇവയുടെ പാലിന് 30% തുടങ്ങി 50% വരെ കൊഴുപ്പാണ്. ഇത് വെള്ളത്തിൽ കലങ്ങിപ്പോകില്ല. ഓർക്കുക, നമ്മൾ പോഷക ഗുണത്തിനായി കുടിക്കുന്ന പശുവിൻ പാലിന് വെറും 4% മാത്രമേ കൊഴുപ്പുള്ളൂ. ഡോൾഫിനുകളുടെ ഉറക്കം അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഡോൾഫിനുകൾക്ക് നമ്മളെപ്പോലെ പൂർണ്ണമായി ഉറങ്ങാൻ സാധിക്കില്ല. കാരണം ഇവയ്ക്ക് ശ്വാസമെടുക്കാൻ വെള്ളത്തിന് മുകളിലേക്ക് വരേണ്ടി വരും. അതുപോലെ ബോധം കെട്ടുറങ്ങിയാൽ ശ്വാസം മുട്ടി മരിക്കും. നമുക്ക് നോക്കാം ഡോൾഫിനുകൾ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന്. രസകരമായ കാര്യം, ഇടത് മസ്തിഷ്ക ഭാഗം ഉറങ്ങുന്ന സമയത്ത് വലത് കണ്ണായിരിക്കും അടഞ്ഞിരിക്കുന്നത്. അതുപോലെ വലത് മസ്തിഷ്ക ഭാഗം ഉണരുമ്പോൾ ഇടത് കണ്ണ് തുറന്നിരിക്കും.
ഏകദേശം 2 മണിക്കൂറാണ് അവരുടെ പകുതി മസ്തിഷ്ക ഭാഗം ഉറങ്ങുന്നത്. ശേഷം അടുത്ത പകുതി ഉറക്കത്തിലേക്ക് പോകും. കൗതുകകരമായ കാര്യം, കുഞ്ഞ് ജനിച്ച ആദ്യ മാസങ്ങളിൽ കുഞ്ഞ് ഉറങ്ങാറില്ല. ഈ സമയത്ത് മാതാപിതാക്കൾ ഉറക്കം ഒഴിവാക്കി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. മീൻകൂട്ടം വരുമ്പോൾ ഇവർ അടിത്തട്ടിലെ ചെളി കലക്കി ഇതിലൂടെ ചാടി പുറത്തു വരുന്ന മീനുകളെ വായ തുറന്ന് പിടിച്ച് ഭക്ഷിക്കുന്നു. വിനോദത്തിനായി ധാരാളം സമയം ചെലവഴിക്കുന്നു. ബബിൾ റിംഗ് ഉണ്ടാക്കി നീന്തുക, കപ്പലുകൾക്കൊപ്പം മത്സരിച്ച് നീങ്ങുന്നതൊക്കെ ഉദാഹരണങ്ങളാണ്. ഡോൾഫിൻ്റെ ഒപ്പം കാണുന്ന ഒരു മീനാണ് റമോറ. ഇവയ്ക്ക് ഡോൾഫിൻ കഴിച്ചതിൻ്റെ ഭക്ഷണവും മറ്റുള്ള ജീവികളിൽ നിന്ന് സംരക്ഷണവും ഒട്ടിപ്പിടിച്ചിരുന്ന് സൗജന്യ യാത്രയും കിട്ടുന്നു. പകരം ഡോൾഫിനോ ചർമ്മത്തിൽ പിടിച്ചിരിക്കുന്ന പരാതനങ്ങളെയും ഡെഡ് സ്കിന്നിനെയും ബാക്ടീരിയകളെയും തിന്ന് ചർമ്മം സംരക്ഷിക്കുന്നു. ഡോൾഫിനുകൾ സാധാരണ 3 മീറ്റർ വരെ ഉയരത്തിൽ ചാടും, ചില സമയത്ത് 6 മീറ്റർ വരെ. ഈ ഒറ്റ ചാട്ടത്തിൽ 5 മുതൽ 10 മീറ്റർ വരെ മുന്നോട്ടു പോകും. ഡോൾഫിന് കണ്ണുകൾ ഉണ്ടെങ്കിലും പ്രധാനമായി എക്കോ ലൊക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവ തലയുടെ മുകളിലുള്ള ബ്ലോ ഹോളിലൂടെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദം പുറത്തുവിടുന്നു. ഇവ വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നു. ഇങ്ങനെ വസ്തുവിൻ്റെ ദൂരം, വലിപ്പം, വേഗതയും എല്ലാം വ്യക്തമായി മനസ്സിലാക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോണാർ സിസ്റ്റത്തിൻ്റെ പ്രകൃതിയിലെ രൂപമാണിത്. മലയാളത്തിൽ ഡോൾഫിൻ എന്ന പേരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എങ്കിലും ചില ആൾക്കാർ കടൽപ്പന്നി എന്നും വിളിക്കാറുണ്ട്. ലോകത്ത് 40 മുതൽ 50 വരെ ഡോൾഫിൻ സ്പീഷീസ് ഉണ്ട്. സാധാരണ ഡോൾഫിനുകളുടെ ഭാരം 150 കിലോ തുടങ്ങി 650 കിലോ വരെയാണ്. എന്നാൽ ഏറ്റവും വലിയ ഡോൾഫിനായ ഓർക്കയ്ക്ക് 3000 കിലോ തുടങ്ങി 6000 കിലോ വരെ തൂക്കമുണ്ട്. ഇവയുടെ ആയുസ് സ്പീഷീസ് അനുസരിച്ച് വ്യത്യസ്തമാണ്. സാധാരണയായി 50 വർഷം വരെ ജീവിക്കും. ആൺ ഡോൾഫിനുകൾ 20% വലിപ്പവും ഭാരവും പെൺ ഡോൾഫിനേക്കാൾ ഉണ്ട്. ഡോൾഫിനുകൾ ഉപ്പുവെള്ളത്തിൽ മാത്രമല്ല ശുദ്ധജലത്തിലും കാണുന്നു. ആമസോൺ നദിയിൽ പിങ്ക് നിറത്തിലുള്ള ഡോൾഫിനെ കാണാൻ കഴിയും. ഇന്ത്യയിൽ ഗംഗാ നദിയിലും ബ്രഹ്മപുത്ര നദിയിലും ഡോൾഫിനെ കാണാൻ കഴിയും. ഡോൾഫിനുകളിൽ ഏറ്റവും പ്രസിദ്ധം ബോട്ടിൽ നെക്ക് ഡോൾഫിനാണ്. കില്ലർ വെയിൽ എന്ന് വിളിക്കുന്ന ജീവി തിമിംഗലമല്ല, ഡോൾഫിനാണ്. ഡോൾഫിനുകൾ സാമൂഹിക ജീവിയാണെന്ന് എടുത്തു പറയേണ്ടതാണ്. സമുദ്രത്തിലെ ഏറ്റവും സോഷ്യലായ ജീവിയാണ് ഡോൾഫിൻ. ഒരു കൂട്ടത്തിൽ 10 മുതൽ 100 വരെ ഡോൾഫിനുകൾ ഉണ്ടാകും. ഈ കൂട്ടത്തെ പോഡ് എന്നാണ് വിളിക്കുക. ഇവ ഒരുമിച്ച് കളിക്കുകയും യാത്ര ചെയ്യുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്നു. നല്ലൊരു ടീം വർക്കായാണ് പ്രവർത്തിക്കുന്നത്. കൂട്ടത്തിലെ ഒരാൾക്ക് പരിക്കേറ്റാൽ അവയ്ക്ക് ശ്വസിക്കാൻ കൂട്ടമായി വന്ന് വെള്ളത്തിന് മുകളിലേക്ക് താങ്ങി നിർത്തി ശ്വസിപ്പിക്കുന്നു. ഡോൾഫിനുകൾ പ്രകൃതിക്ക് നൽകുന്ന സംഭാവന ചെറുതല്ല. ഇവ ആഴത്തിൽ നിന്ന് ഭക്ഷണം പിടിച്ച് വിസർജിക്കുന്നത് വെള്ളത്തിന് മുകളിലാണ്. ഇതിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുജീവികളായ പ്ലാങ്ക്ടനുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. പ്ലാങ്ക്ടനാണ് ഭൂമിയിലെ 70% വരുന്ന ഓക്സിജൻ നമുക്ക് നൽകുന്നത്. മരങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നതെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഡോൾഫിനുകൾ ഒരു പ്രദേശത്ത് വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി എക്കോസിസ്റ്റം ആണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. രോഗബാധയുള്ള മീനുകളൊക്കെ ഭക്ഷിക്കുന്നത് വഴി രോഗങ്ങൾ കുറയ്ക്കുന്നു. മഡ്രിങ് ഉണ്ടാക്കുന്നത് വഴി മറ്റു മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഡോൾഫിനുകൾ ജനിക്കുന്ന സമയത്ത് അവയ്ക്ക് മൂക്കിന് മുകളിൽ ചെറിയ മീശ പോലെയുള്ള രോമങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ദിവസങ്ങൾക്കുള്ളിൽ കൊഴിഞ്ഞു പോകും. ഇത് ഇവരുടെ പൂർവികർ കരയിലായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സസ്തനികളുടെ ഒരു പ്രധാന ലക്ഷണമാണ് ശരീരത്തിലെ രോമങ്ങൾ. അതുപോലെ ഇവ വാം ബ്ലഡ്, ഊഷ്ണരക്തമുള്ള ജീവികളാണ്. ഇതും സസ്തനിയാണെന്നതിൻ്റെ ഒരു പ്രധാന തെളിവാണ്. സാധാരണ മത്സ്യങ്ങൾ കോൾ ബ്ലഡ്, തണുത്ത രക്തമുള്ള ജീവികളാണ്. കോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള വെള്ളത്തിൻ്റെ താപനില അനുസരിച്ച് ശരീരത്തിൻ്റെ താപനില മാറും. വാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ഏത് താപനിലയാണെങ്കിലും ശരീരത്തിന് എപ്പോഴും ഒരേ താപനിലയായിരിക്കും. ഡോൾഫിൻ്റെ പുറത്തുള്ള ചിറകിൻ്റെ ആകൃതി വ്യത്യസ്തമാണ്. ചിറകിൻ്റെ ആകൃതിയും സിഗ്നേച്ചർ വിസിലും നോക്കി ഓരോ ഡോൾഫിനെയും തിരിച്ചറിയാൻ സാധിക്കും. ഡോൾഫിന് നല്ല ബുദ്ധിശക്തിയുള്ള ജീവിയാണ്. ബ്രെയിനിന് 1600 ഗ്രാം വലിപ്പമുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറിനേക്കാൾ വലുതാണ്. എന്നാൽ ശരീര വലിപ്പം വെച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ തലച്ചോറാണ് വലുത്. ഇങ്ങനെ ബുദ്ധിശക്തി ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് കണ്ണാടി നോക്കി സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഡോൾഫിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.